ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഹൊറർ ടെയിൽ ചാപ്റ്റർ 3യുടെ മൂന്നാമത്തെ ഭാഗമായിട്ടാണ് ഗൈസ് വന്നേക്കണേ. 1ഉം 2ഉം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. കാണാത്തവരുണ്ട് എന്തായാലും കയറി കാണുക. ഓക്കെ, കിഡ്നാപ്പർ എന്തായാലും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, എടാ ഷോക്കടിച്ച് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും തല ചുറ്റും, അത് ഉറപ്പാണ്, തല ചുറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ ഗൈസ്, ഏകദേശം ഗെയിം എൻ്റെ ആവാറായി കേട്ടോ ഗൈസ് എനിക്ക് തോന്നണേ. നമുക്ക് മറ്റേ ഫോട്ടോസൊക്കെ ഫുള്ളും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കൊണ്ടുപോയി നമ്മുടെ സമന്തയ്ക്ക് കൊണ്ട് കൊടുക്കണം ഗൈസ്. അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, ഇവിടെ എർത്ത് കാണുന്നുണ്ട്. അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഫോട്ടോസൊക്കെ ഞാൻ എന്തായാലും കൊണ്ടുപോയി നമ്മുടെ സമന്തയ്ക്കൊന്ന് ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ. സമന്തയുടെ കയ്യിൽ നമ്മൾ ഒരു ബുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ ഒരു സിമ്പിൾസിനെ കുറിച്ച് എഴുതിയേക്കുന്നൊരു ബുക്ക്. പിന്നെ നമ്മളോട് ഈ ഒരു പടങ്ങളൊക്കെ കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പടങ്ങളൊക്കെ നമ്മൾ സമന്തിക്ക് വേണ്ടി കൊടുക്കാൻ പോവാണ് ഗൈസ്. എന്താവുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ഇവിടെ നമ്മൾ കിഡ്നാപ്പർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഡോർ ഓപ്പൺ ചെയ്. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഈ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ സമന്തിക്ക് വേണ്ടി കൊടുത്തു നോക്കാം. എന്താണ് സമന്ത പറയണേന്ന് നമുക്ക് നോക്കാം ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ സമന്തിക്ക് വേണ്ടി അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്? ഓ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ഒരു സിമ്പിൾസ് വെച്ചിട്ടാണ് മറ്റേ ആ വിച്ചിന് പവർ കിട്ടുന്നത്. അതാണ് സംഭവം. അതാണ് ഗൈസ് നമ്മുടെ സമന്ത പറയുന്നത്. അതുകൊണ്ടാണിത് മറ്റേ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിനൊന്നും പവർ വരില്ല ഗൈസ്. അതുകൊണ്ടാണിത് ഇവർ ഈ ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു പടം വെക്കണേന്നാണ് നമ്മുടെ സമന്ത പറയുന്നത്. ഓക്കെ യെസ് ഗൈസ്, അപ്പോൾ അതാണ് സംഭവം. ഇപ്പോൾ നമ്മളെന്തായാലും ഫോട്ടോയൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ആർക്കാ സമന്തയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമന്ത പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒക്കെ ഒരു മജീഷ്യൻ ബുക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓ ഓക്കെ ഗൈസ്, ഡ്രം വിത്ത് സ്റ്റാർസ്. ഓക്കെ ഗൈസ്, അവിടെ എന്തോ നമ്മളോട് ഒരു ഒരു ഡ്രം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കെയർഫുള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മജീഷ്യൻ്റെ എങ്ങാണ്ട് ഡ്രമ്മാണ് ഗൈസ്. അത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്, ആ ഡ്രമ്മിനകത്ത്. അപ്പോൾ നമ്മളിനി അതും കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സർക്കസിലേക്കാണ് പോകേണ്ടത്. യെസ് ഗൈസ്, അപ്പോൾ സമന്ത അവിടെ ഇന്ന് ഫുള്ളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ഡ്രമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രമ്മ് സർക്കസിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ സർക്കസിലേക്ക് പോകട്ടെ ഗൈസ്. എടാ, എന്താവുമെന്ന് യാതൊരു പിടിയില്ല. എന്തായാലും എൻ്റെ ആവാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ്, പക്ഷേ നമ്മുടെ ബില്ലിന് എമേനൊന്നും ഇതുവരെയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവരെവിടെയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അത് നോക്കണം ഗൈസ്. നമ്മൾ ആ റൂം പോയി തുറന്നായിരുന്നു. നമ്മുടെ ലെയറിൽ നമ്മൾ റൂം കണ്ടില്ലായിരുന്നു, കുറേ പൂട്ടിയിട്ടാണ് റൂം. അത് തുറന്നില്ല എന്നാട്ടോ എനിക്ക് തോന്നണേ. മിക്കവാറും അതിൻ്റെ ഉള്ളിലായിരിക്കും ഗൈസ് നമ്മുടെ ബില്ലി എമയൊക്കെ ഉണ്ടാവുക. എന്തായാലും അത് പോയി തുറക്കണം നമുക്ക് ഗൈസ്. ഞാൻ എന്തായാലും ബോൾ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ എവിടെ നിന്നും വരുവാണെങ്കിൽ നമുക്ക് ബോൾ വെച്ച് തലമണ്ട നോക്കി അറിയാം ഗൈസ്. അവൻ എവിടെയെങ്കിലും ഉണ്ടോ? അവൻ്റെ സൗണ്ട് കേൾക്കാനില്ലല്ലോ. അവനെവിടെ? എടാ, ദേ വരുന്നു ഗൈസ്, ദേ വരുന്നു അവൻ. ഓക്കെ, അവൻ ഇങ്ങോട്ടാന്ന് തോന്നുന്നു ഗൈസ് കയറാൻ വരുന്നേ. ഞാൻ നോക്കട്ടെ. ഞാൻ ഇവിടുന്ന് ചാടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, തുറക്ക്. യെസ് ഗൈസ്, ഞാൻ എന്തായാലും അവിടെ നിന്ന് ചാടി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം. ഇവിടെ വലിയ ഡ്രമ്മുണ്ടോ നോക്കട്ടെ കേട്ടോ ഞാൻ. ഇത് ഡ്രമ്മാണ്? അല്ല ഗൈസ്, അത് ഡ്രമ്മല്ല. ഓക്കെ ഗൈസ്, ഇത് ഡ്രമ്മല്ലേ? യെസ് ഗൈസ്, ഇതേ സ്റ്റാർ ഡ്രമ്മ്. ഇതെന്താണ് ഗൈസ്? ഇവിടെ ഒരു ബ്ലൂ പ്രിൻ്റ് ഇരിക്കുന്നുണ്ട്. ഒരു ബ്ലൂ പ്രിൻ്റും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് 2-3 സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൻ വരുന്നുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാട്ടോ. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാണ്. അവൻ പുറത്തുണ്ടെങ്കിൽ പണി പാളും ഗൈസ്. നോക്കി നോക്കട്ടെ. തുറക്ക് ഗൈസ്. അവനോട് എടാ, അവൻ മേളിലടാ ഗൈസ്. അവൻ മേളില കണ്ടില്ല എന്നാട്ടോ എനിക്ക് തോന്നണേ. ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് ഇടാം. പിന്നെ അവിടെ ഒരു ബ്ലൂ പ്രിൻറ്റും കൂടി ഇരിക്കുന്നുണ്ട് ഗൈസ്. ആ ബ്ലൂ പ്രിൻറ്റും കൂടി നമുക്ക് എടുക്കണം. വേറെ എന്തോ സാധനം നമുക്ക് ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. യെസ് ഗൈസ്, പിന്നെ ഈ ഒരു കൂൺ ഞാൻ എവിടെ ഇടാമെന്ന് ഞാൻ കുറേ നോക്കി ഗൈസ്. അവസാനം എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഒരു കലം വെച്ചിട്ടില്ല ഗൈസ്. അവിടെയാണ് ഇത് ഇടണ്ടേന്നാട്ടോ ഗൈസ് എനിക്ക് തോന്നണേ.
നമുക്ക് എന്തായാലും അത് നോക്കി നോക്കാം. ഗൈസ് കിഡ്നാപ്പർ എവിടെയാണെന്ന് ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം നോക്കട്ടെ, അല്ലെങ്കിൽ പണിയാണ്. ഗൈസ് കിഡ്നാപ്പറിനെ കാണാനില്ല. അവൻ ഏത് വഴി വരുമെന്ന് യാതൊരു പിടിയില്ല ഗൈസ്. അവൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നോട്ടോ ഗൈസ് എനിക്ക് തോന്നണേ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും നോക്കി നോക്കാം. ഇവിടെ ഒന്നും അവന് കാണാനില്ല ഗൈസ്. ഗൈസ് അവനതിൽ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓ ഗൈസ് അവനതിൽ വരുന്നുണ്ട് കേട്ടാ. വരുന്നുണ്ട് അവനെ. ഓക്കെ ഗൈസ് അവൻ ഇങ്ങോട്ട് വരിക എന്നോട്ടോ എനിക്ക് തോന്നുന്നത്. യെസ് ഗൈസ് അവൻ ഇങ്ങോട്ട് വരികയാണ്. ഞാൻ എന്തായാലും ആ ടൈമും കൊണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്. യെസ് ഗൈസ് നമുക്ക് എന്തായാലും ഇത് നോക്കി നോക്കണം. ഈ കൂൺ അവിടെ ഇടാനായിരിക്കും ഗൈസ്, അല്ലെങ്കിൽ പിന്നെ ഈ കൂൺ വെച്ചിട്ട് ഒരു കളിയില്ല. യെസ് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ കൂൺ അവിടെ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്. അവൻ മിക്കവാറും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഞാനപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടോ. പിന്നെ നമ്മളൊരു ഡ്രമ്മിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ് അത് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്കൊരു സാധനം കിട്ടിയായിരുന്നു ഗൈസ്. എന്നാൽ എക്സെറ്റർ എന്ന് പറഞ്ഞ എന്തോ സാധനം കിട്ടിയായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റാണ് കിട്ടിയേക്കണേ. ഓ ഗൈസ് അവൻ വരുന്നുണ്ട് കേട്ടോ. അവൻ വരുന്നുണ്ട്. യെസ് ഗൈസ് അവൻ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ കയറി ഒളിച്ചിരിക്കട്ടെ. ഓക്കെ ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൻ എവിടെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഗൈസ് അവൻ പുറത്തേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ എന്തായാലും നൈസായിട്ട് ഇതിൻ്റെ മേളിലേക്കൊന്ന് കയറി കിട്ടെ, അല്ലെങ്കിൽ പണിയാവും ഗൈസ്. അവൻ അപ്പുറത്തുനിന്ന് മറ്റും വന്ന് ഓ ഗൈസ് അവൻ ഞാൻ പറഞ്ഞില്ല അവൻ പുറത്തായിരുന്നു. യെസ് അവൻ വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ് അവൻ അപ്പുറത്തേക്ക് പോകാമെന്നായിട്ട് എനിക്ക് തോന്നണേ. യെസ് ഗൈസ് അവൻ അപ്പുറത്തേക്ക് പോവാണ്. അപ്പോൾ ആ ടൈമും കൊണ്ട് നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം. ഈ ബ്ലൂ പ്രിൻ്റ് നമ്മുടെ സൈക്കിളിൽ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. യെസ് പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ ഗൈസ് നല്ല സീനാട്ടോ ഗൈസ് ഈ ഒരു ചാപ്റ്റർ. പിന്നെ നമുക്ക് അവിടെ എന്താ പറയുക, നമുക്കവിടെ ആ ഒരു റൂം തുറക്കാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് നമ്മുടെ ഫാമിലിയിലേക്ക് പോകാം ഗൈസ്. അവിടെ കുറേ പൂട്ടൊക്കെ വെച്ചിട്ട് പൂട്ടി വെച്ചുകൊണ്ട് ഒരു റൂമുണ്ട് ഗൈസ്. ആ റൂമിലായിരിക്കും മിക്കവാറും നമ്മുടെ ബില്ലിയും എമയൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ആ റൂമിൽ ആ ലോക്കൊക്കെ പൊളിക്കാൻ എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ നോക്കി നോക്കാം. ഓക്കെ ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം ആ സാധനം അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ബ്ലൂ പ്രിൻ്റ് എടുക്കണം. ഓക്കെ ബ്ലൂ പ്രിൻ്റ് എടുക്കുക ഗൈസ്. അവനിപ്പോൾ ഇവിടെ ഇല്ലയെന്ന് കേട്ടോ ഗൈസ് എനിക്ക് തോന്നണേ. അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. അവൻ്റെ സൗണ്ടൊന്നും കേൾക്കാനില്ല. ഓക്കെ ബ്ലൂ പ്രിൻ്റ് വയ്ക്കുക. യെസ് ഗൈസ് ഇതെന്താണ്? ഓക്കെ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വാട്ടർ ഗണ്ണുണ്ട്. പിന്നെ വേറെന്തോ സാധനം കൂടി ഉണ്ട് ഗൈസ്. വാട്ടർ ഗണ്ണിന് എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? ഇതെന്താണ്? ഓക്കെ ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ഗൈസ്. ഓക്കെ ഇതെന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എന്തായാലും വെക്കട്ടെ കേട്ടോ. യെസ് ഗൈസ് ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനം എവിടെ നിന്ന് കിട്ടുക? ഓ ഗൈസ് നമ്മൾ അവിടെ ഒരു കൂൺ ഇട്ടില്ലായിരുന്നു ഗൈസ്. ആ കൂൺ ഇട്ടുകൊടുത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരെ. നമുക്ക് എന്തായാലും സർക്കസിലേക്ക് തന്നെ വീണ്ടും പോകണം ഗൈസ്. കാരണം നമ്മളവിടെ ഒരു കൂൺ ഇട്ടിട്ടുണ്ടായില്ലേ. ആ കൂണിന് അത് നന്നു തോന്നുന്നു ആ മൂന്നാമത്തെ സാധനം സെറ്റാക്കണേ. അപ്പോൾ അതെന്തായാലും പോയി നോക്കട്ടെ. അതവിടെ വന്നിട്ടുണ്ടാവും ഗൈസ്. ഞാൻ അവിടെ നോക്കിയിട്ടുണ്ടായില്ല. ഞാൻ ആ കൂണിട്ടിട്ട് പോവുകയാണ് ചെയ്തത്. ഓക്കെ നമ്മുടെ കിഡ്നാപ്പർ എന്തായാലും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ അവൻ അപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പയ്യെ ഗൈസ് അവൻ കണ്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. യെസ് ഗൈസ് ഞാൻ വന്നിട്ടുണ്ട്. കയറ്. യെസ് ഗൈസ് ഞാൻ കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഞാൻ പോയി നോക്കട്ടെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. യെസ് ഗൈസ് ഞാൻ പറഞ്ഞില്ല സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കണം. പക്ഷേ വാട്ടർ ഗണ്ണ് എവിടെ നിന്നാണ് കിട്ടുക ഗൈസ്? കിട്ടുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെന്താ? ബോൾട്ട് കട്ടർ. എടാ ഇതാ വെച്ചിട്ടായിരിക്കും മിക്കവാറും ആ ഒരു വാതിലിൻ്റെ ലോക്ക് നമ്മൾ അഴിക്കേണ്ടത്. ഓക്കെ ഇവിടെ ഒരു കട്ടർ ഇരിപ്പുണ്ട് കേട്ടോ ഗൈസ്. ബോൾട്ട് കട്ടർ ഇരിപ്പുണ്ട്. അപ്പോൾ അത് എടുക്കണം ഗൈസ്. അതിനു മുമ്പ് ഞാൻ എന്തായാലും ഇത് നമ്മുടെ സൈക്കിളിൽ കൊണ്ടുവന്ന് ഇടണം ഗൈസ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവൻ പുറത്താണ്. അവൻ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പണി പാളും, നമ്മളെ പിടിക്കും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചോണം കളിക്കാൻ. നമ്മുടെ ഒരു ലൈഫ് എന്തോ ആണ് പോയിട്ടുള്ളൂ. അതും അവൻ പിടിച്ചതുകൊണ്ടല്ല ഗൈസ് ആ ലൈഫ് പോയത്. ഓക്കെ ഗൈസ് അവനെ കാണാനില്ല കേട്ടോ. ഓക്കെ ഗൈസ് അവൻ വന്നിട്ടുണ്ട്. അവൻ എങ്ങോട്ട് പോണേന്ന് നോക്കട്ടെ കേട്ടോ. യെസ് ഗൈസ് അവൻ അപ്പുറത്തേക്കാണ് തോന്നുന്നു പോണേ. അപ്പോൾ ഇതാണ് പറ്റിയ സമയം. നമുക്ക് എന്തായാലും ഇത് കൊണ്ടുപോയി നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൽ ഞാൻ എന്തായാലും ഇടട്ടെ കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ബോൾട്ട് കട്ടറും കൂടി എടുക്കാനുണ്ട്. അതും കൂടി എടുത്തിട്ട് വേണം നമുക്കൊന്ന് പോവാൻ.
ഓക്കെ, ഞാൻ എന്തായാലും നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ആ ഒരു ബോൾട്ട് കട്ടറും കൂടി എടുക്കണം. പക്ഷെ അവൻ അതിൻ്റെ ഉള്ളിലാണെന്ന് എനിക്ക് തോന്നണേ. നമ്മളെങ്ങനെ ഗൈസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുക? നമുക്കെന്തായാലും പോയി നോക്കാം ഗൈസ്. അവനിവിടെ ഇല്ലയെന്നായിട്ട് എനിക്ക് തോന്നണേ. അവനപ്പുറത്ത് തന്നെയാണ് ഗൈസ്, അവനപ്പുറത്ത് തന്നെയാണ്. യെസ്, ഞാൻ എന്തായാലും മേളിലേക്കൊന്ന് കയറട്ടെ. നമുക്കെന്തായാലും ഇവിടെ ഇരിക്കാം ഗൈസ്. അവനപ്പുറത്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. അവനെ കാണാനില്ലല്ലോ. ഓ ഓ ഗൈസ്, എടാ അവൻ ഇതിൽ കയറി വരുന്നു ഗൈസ്. അവൻ ഇതിൽ കയറി വരുന്നു. അപ്പോൾ അവൻ എപ്പോഴാണ് പുറത്തേക്ക് പോയേ ഗൈസ്? അറിയില്ല കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ചാടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ നേരെ എന്തായാലും നമ്മുടെ ഇവിടെ പോയിട്ട് ആ ബോൾട്ട് കട്ടർ ഞാൻ എന്തായാലും എടുക്കട്ടെ ഗൈസ്. ഞാൻ അവന് ഇതിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. ഓക്കെ, ബോൾട്ട് കട്ടർ എടുത്തിട്ടുണ്ട് ഗൈസ്. ബോൾട്ട് കട്ടർ എടുത്തിട്ടുണ്ട്. അവൻ മിക്കവാറും അതിൻ്റെ മേളിലായിരിക്കും. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. എടാ അവൻ മേളിൽ നിന്ന് താഴത്തേക്ക് ചാടി ഗൈസ്. മേളിൽ നിന്ന് താഴത്തേക്ക് ചാടി. എടാ ഇങ്ങോട്ട് വരുന്നുണ്ടോ? പണിപാളി ഗൈസ്, പണിപാളി. അവൻ നമ്മളെ കണ്ടു എന്നാട്ടോ എനിക്ക് തോന്നണേ. ഓ ഗൈസ്, അവൻ നമ്മളെ കണ്ടിട്ടില്ല. അവനവിടെ നിൽക്കുവാട്ടാ. ഗൈസ് ഗൈസ്, അവൻ തിരിച്ചു പോയിട്ടുണ്ട്. നമുക്കെന്തായാലും പയ്യൊന്ന് പോയി നോക്കാം ഗൈസ്. എനിക്ക് ചെറിയൊരു ഭയമുണ്ട്. അവനിവിടെ നിൽക്കണ്ടെങ്കിൽ നമ്മളെ പിടിക്കും ഗൈസ്. ഓ ഗൈസ്, അവൻ പോയി എന്നാട്ടോ എനിക്ക് തോന്നണേ. അവൻ പോയി ഗൈസ്, അവൻ പോയി. അവൻ എങ്ങോട്ടാണ് പോയേ? ഓക്കെ ഗൈസ്, അവൻ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നന്നായി. നമുക്കെന്തായാലും ഈ ഒരു ബോൾട്ട് കട്ടർ കൊണ്ട് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് വെക്കാം. ഇനി ഇവിടുന്ന് വേറെ ഒന്നും കണ്ടുപിടിക്കാനില്ല എന്നാട്ടോ എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ്, നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മുടെ ലെയറിലേക്ക് പോകണം ഗൈസ്. കാരണം ലെയറിലാണ് ആ റൂമുള്ളത്. ഗൈസ് മിക്കവാറും നമ്മുടെ ബില്ലി എമ്മയായിരിക്കും ഗൈസ് അതിൻ്റെ ഉള്ളിൽ. അവരെന്തായാലും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. നമുക്കെന്തായാലും നോക്കി നോക്കാം ഗൈസ്. അവനെന്തായാലും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതല്ലേ ഗൈസ്? യെസ് ഗൈസ്. അപ്പോൾ ആ റൂം നമ്മളെന്തായാലും അഴിക്കുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ആരുമില്ലല്ലോ ഗൈസ്. ഇതെന്താണ് ഗൈസ്? വാട്ടർ ഗണ്ണ് ഗൈസ്. നമുക്ക് വാട്ടർ ഗണ്ണ് കിട്ടി. ലെറ്റ്സ് ഗോ ഗൈസ്. വാട്ടർ ഗണ്ണ് കിട്ടി ഗൈസ്. പക്ഷെ നമ്മുടെ ബില്ലി എമ്മയൊന്നും ഇതിനകത്ത് ഇല്ല ഗൈസ്. അവരെവിടെയാണെന്ന് എനിക്ക് യാതൊരു പിടിയില്ലാട്ടാ. ഞാനെന്തായാലും ഇവിടെ കയറി ഒളിച്ചിട്ടുണ്ട്. അവൻ പുറത്തെങ്ങാണ്ട് ഉണ്ട് ഗൈസ്. ഞാനപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവനോട് ഇവിടെ ഉണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാണ് ഗൈസ്. നമുക്ക് നേരെ ഇവിടെ നിന്ന് ഫാമിലിയിലേക്ക് പോകണം. കാരണം ഫാമിലി നമുക്ക് കുറച്ച് സംഭവം സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു സാധനം നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കണം. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഗണ്ണ് അവിടെ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. പക്ഷേ നമ്മുടെ ഈ ബില്ലിയും എമ്മയൊക്കെ എവിടെയാണെന്ന് എനിക്ക് യാതൊരു പിടിയില്ല കേട്ടോ ഗൈസ്. മിക്കവാറും അവർ വിച്ചിൻ്റെ അടുത്താവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഞാനപ്പോൾ എന്തായാലും ഈ ഗണ്ണും കൂടി അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. തുറക്ക്. യെസ് ഗൈസ്. അപ്പോൾ ഈ ഗണ്ണ് ഞാൻ എന്തായാലും അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യട്ടെ. യെസ്, ഗണ്ണ് ഇവിടെ വയ്ക്കുക ഗൈസ്. നമുക്കിനി പോയിട്ട് ആ സംഭവം കൂടി എടുത്തുകൊണ്ട് തന്നെ. ഓക്കെ, എടുക്ക് ഗൈസ്. ഞാൻ എന്തായാലും അതും എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അത് ഇവിടെ വെക്കട്ടെ കേട്ടോ. യെസ് ഗൈസ്, ഞാനതവിടെ ഇതെന്താ വെക്കാൻ പറ്റാത്തത്? ഓക്കെ, ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സമന്തായിട്ട് നമ്മളെ വിളിക്കുന്നത്. ഓക്കെ ഗൈസ്, എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, സാമിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. മിക്കവാറും കിഡ്നാപ്പർ അവിടെ വന്നിട്ടുണ്ടാവണം ഗൈസ്. സാം ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഗൈസ്. പണി പാളിയെന്നാട്ടോ ഗൈസ് എനിക്ക് തോന്നണേ. നമ്മുടെ സാമിനെ കാണാനില്ല. നോക്കട്ടെ, ഞാൻ സാം എവിടെയാണെന്ന് നോക്കട്ടെ ഗൈസ്. സാമിൻ്റെ കരച്ചിൽ എനിക്ക് കേട്ടു. ഓ ഗോഡ് ഗൈസ്, ഇത് ഭയങ്കര പണിയാവുന്നതാണ് എനിക്ക് തോന്നണേ. അവസാനം ആവാറായിട്ടുണ്ട് ഗൈസ്. ഇവിടെ സാമില്ല ഗൈസ്. സാമില്ല. ഇതെന്താണ്? ബോയ്, യു ആർ ലിറ്റിൽ ടയേർഡ് ആൻഡ് ഐ ആർ ഗോയിങ് ഫോർ എ വാൾക്ക്. എടാ ഇത് സീനടാ ഗൈസ്. നമ്മുടെ കിഡ്നാപ്പർ നമ്മുടെ സമന്തേനെ വീണ്ടും പിടിച്ചോണ്ട് പോയിട്ടുണ്ട് ഗൈസ്. എന്ത് കഷ്ടമാണിത് ഗൈസ്. ഇനി ഇവിടെ വെച്ചൊന്നും കളി തീരൂലേ? ഇതെന്താണ്? താഴത്തേക്ക് ഇറങ്ങ് ഗൈസ്. നമ്മുടെ കിഡ്നാപ്പർ എങ്ങോട്ടായിരിക്കും നമ്മുടെ സമന്തേനെ കൊണ്ടുപോയിട്ടുണ്ടാവുക ഗൈസ്? നോ ഐഡിയ ഗൈസ്. എനിക്കറിയില്ല കേട്ടോ. നമുക്കെന്തായാലും മാപ്പിൽ നോക്കുക, എവിടെയെങ്കിലും പോകാനുണ്ടോ നോക്കട്ടെ കേട്ടോ ഗൈസ്. നമുക്കിനി സർക്കസിലേക്ക് മാത്രമാണ് ഗൈസ് പോകാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ സർക്കസിലായിരിക്കും മിക്കവാറും നമ്മുടെ ബില്ലി എമ്മയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഗൈസ്. നോക്കി നോക്കാം നമുക്കെന്തായാലും. എടാ നമ്മുടെ സമന്തേനെ കൂടി കൊണ്ടുപോയിടാ അവർ. എന്ത് കഷ്ടമാണിത്. ഓക്കെ, നമ്മളങ്ങനെ എന്തായാലും സർക്കസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഗണ്ണ് എടുക്കാം ഗൈസ്. ഈ ഒരു ഗണ്ണ് എടുക്കാം. ഓക്കെ
ഗൈസ് ഇവിടെ വേറെ ആരും കാണാനില്ല കേട്ടോ. നമ്മുടെ കിഡ്നാപ്പർ എവിടെയാണെന്ന് എനിക്കറിയില്ല. കിഡ്നാപ്പറിനെ ഒന്നും എന്തായാലും കാണാനില്ല. ഓക്കെ ഇതിൻ്റെ ഇതെന്താണ് ഗൈസ്? വിച്ച് വന്ന് ഗൈസ്. ഓ ഗൈസ് ഇനി എന്താ ഉണ്ടാവുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല ഗൈസ്. മിക്കവാറും നമ്മൾ ഈ ഗണ്ണ് വെച്ച് വെടിവെക്കണം എന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ. ഓ ഗൈസ് നമ്മുടെ വിച്ച് വന്ന് ഗൈസ്. അപ്പോൾ നമ്മുടെ കിഡ്നാപ്പർ എവിടെ? കിഡ്നാപ്പറിനെ കാണാനില്ലല്ലോ. ഓ മൈ ഗോഡ് ഗൈസ്, സീനായിട്ടാന്നോ? എനിക്ക് സീനായിന്ന് തോന്നണേ. ഓ ഗൈസ് കിഡ്നാപ്പറിനെ പുറകെ വന്ന്. യെസ് ഗൈസ് നമ്മൾ ഷൂട്ട് ചെയ്ത്. എന്താ സംഭവിച്ചേ ഗൈസ്? നമ്മൾ ഷൂട്ട് ചെയ്ത്. യെസ് ഗൈസ് നമ്മൾ മാസ്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമ്മുടെ കിഡ്നാപ്പറിന് മനസ്സിലായി. ഓക്കെ ഇവൻ്റെ പേര് ഏത്തൻ എന്നാട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് നമ്മുടെ ഏത്തനോട്. ഗൈസ് ഇവൻ നമ്മളെ പോലെ നമ്മുടെ ഒരു ഫ്രണ്ടായിരുന്നു ഗൈസ്. ഇവൻ നമ്മളെ പോലെ എൻ്റെ കുട്ടിയാണ്. ഓക്കെ പുള്ളിക്കാരത്തേക്ക് ദേഷ്യമായിട്ടോ. ഇവിടെ നമ്മുടെ ഗണ്ണ് കളഞ്ഞടാ ഗൈസ്. ഗണ്ണ് കളഞ്ഞ് ഗൈസ്. ഇനി എന്താ ഉണ്ടാവുമെന്ന് യാതൊരു പിടിയില്ല. ഓക്കെ ഗൈസ് നമ്മുടെ സമന്ത എവിടെ? ഓക്കെ ഓ ഗൈസ് അവിടെ നമ്മളെ പിടിച്ചടാ ഗൈസ്. നമ്മളെ പിടിച്ച്. ഓക്കെ ഏത്തൻ ഹെൽപ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗുഡ് ബൈ ബോയ് എന്നൊക്കെ പറഞ്ഞ്. എടാ ഇത് എന്താ സംഭവം? നമ്മളെ പിടിച്ച്. എടാ നമ്മളെ ഡോളാക്കി മാറ്റി ഗൈസ്. നമ്മളെ ഡോളാക്കി മാറ്റി. ഓ ഗൈസ് എടാ ഇത് എന്താ സംഭവിക്കുന്നേ ഗൈസ്? പുള്ളിക്കാരത്തി എന്തോ മന്ത്രം ചെയ്യാട്ടോ. ഓക്കെ ഗൈസ് ഇതാരാണ് ഗൈസ്? ഓക്കെ സിസ്റ്റർ ഗൈസ്. ഇതാരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ടു ബി കണ്ടിന്യൂഡ്. എടാ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ഗെയിം എൻ്റെ ആവണില്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 4 മിക്കവാറും ഇനി വരുമായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.